നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നീ എവിടെ പോയതാ കുഞ്ഞേച്ചി? എന്താടി ഇത്? ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല കുഞ്ഞേച്ചി. പപ്പി എന്റെ മോളല്ലെന്ന് ആരെങ്കിലും അറിഞ്ഞ എനിക്കൊരു ജീവിതമില്ല. എന്നാലും നിനക്കിത് എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? ഇതിപ്പോ വലിയ ട്രാപ്പ് തന്നെയാ. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ നിസ്സാരമല്ലല്ലോ. എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാ കുഞ്ഞേച്ചി. ഒരിക്കലും ആരും ഈ സത്യം അറിയാതിരുന്നാ മതി. എന്റെ മോളല്ലെന്ന കണ്ണോടെ ആരും പപ്പിയെ നോക്കുന്നത് പോലെ ഞാൻ സഹിക്കില്ല. നിന്റെ മോള് തന്നെയാ പപ്പി. ഞാനല്ലേ നിനക്ക് വിട്ടു തന്നത്. ഞാൻ നിഷേധിക്കാത്ത കാര്യം ഈ ലോകത്ത് മറ്റാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സത്യത്തിന്റെ ചുവട് പിടിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയവരാരായാലും അവരിനിയും നിന്നെ ദ്രോഹിക്കില്ലേ? അവർക്ക് പണം കൊടുത്തല്ലോ, അത് കൊടുത്തോണ്ട് ഉപദ്രവിക്കാൻ വരില്ലെന്നാ പറഞ്ഞേ. നീ ഇത് ഏത് ലോകത്താ കുട്ടി? കള്ളനും കവർച്ചക്കാരും വാക്ക് പാലിക്കൂ. അവരിനിയും പണത്തിന് ആവശ്യം വരുമ്പോ നിന്നെ വിളിക്കും. ദുരയും ആർത്തിയും പിടിച്ച പിശാചിന്റെ ഭണ്ഡാരം നിറയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവർക്ക് പോയ ഭീഷണിയുടെ 2-3 വാചകങ്ങൾ അതിന്റെ ചിലവല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു കുഞ്ഞേച്ചി? സത്യങ്ങളെല്ലാം എല്ലാരും അറിയട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? എന്നെ അറിയിക്കായിരുന്നില്ല നിനക്ക്? കുഞ്ഞേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് പണം നീ ഒളിപ്പിച്ച് വെച്ചെടുത്ത് നിന്ന് എടുത്തോണ്ട് പോകുന്നത് ആരാണെന്നെങ്കിലും അറിയായിരുന്നില്ലേ? ശത്രു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അവരെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ പറ്റുക. ഞാൻ ചെയ്തത് വലിയ അബദ്ധമായല്ലേ ഈശ്വര. സാരമില്ല മോളെ, ഒന്നും നിന്റെ തെറ്റല്ലല്ലോ. ദുഷ്ടരായ മനുഷ്യരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരിക്കുന്നു തിരിച്ചറിയാനുള്ള ലോകപരിചയം നിനക്കില്ലാതെ പോയി. കുഞ്ഞേച്ചിയോട് പറയായിരുന്നു, അതിനുപോലും തോന്നിയില്ല. സാരമില്ല, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ഇനി ഞാൻ നിന്റെ കൂടെയുണ്ട്. കുഞ്ഞേച്ചി. ഏയ്, സാരമില്ല എന്ന് പറഞ്ഞില്ലേ? വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. വാ. വേണ്ട, ഞാൻ പൊക്കോളാം. ഇനി അവിടെ വന്ന് കുഞ്ഞേച്ചി ആരെങ്കിലും കണ്ട, കുഞ്ഞേച്ചിയുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭാരം നെഞ്ചിന്ന് ഇറങ്ങിയ പോലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.